Good afternoon. Good afternoon. Okay, start ചെയ്യാം. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഐഡിയ ഇന്റർനാഷണൽ ഡാറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം. ഇറ്റ് ഈസ് എ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം, right? And it's a block cipher and it uses 64-bit plain text and 128-bit key. And this is a figure of idea. The first, our plain text 64-bit plain text is divided into 4 blocks P1, P2, P3, P4, each consisting of 16 bits. Okay, then there are 8 rounds in idea. Okay, ഓരോ റൗണ്ടിലും എത്ര കീസ് യൂസ് ചെയ്യുന്നുണ്ട്? 6 സബ് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, ഓരോ കീ സൈസ് എന്താ? 16 bit. Then after 8th round, നെക്സ്റ്റ് റൗണ്ട് എന്തായിരുന്നു? ഓപ്പറേഷൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ എന്താ? അഗെയിൻ ഒരു 4 സബ് കീ യൂസ് ചെയ്യുന്നു, റൈറ്റ്? ദെൻ ഇതിൻ്റെ ഔട്ട് എന്ത് കിട്ടും? C1, C2, C3 ആൻഡ് C4. ദെൻ ഫൈനലി ഈ ബ്ലോക്കിനെ കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും? ഫൈനൽ ഔട്ട്പുട്ട് സൈഫർ ടെക്സ്റ്റ്, 64-bit ഔട്ട്പുട്ട് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് സിംഗിൾ റൗണ്ട്സ് അല്ലേ? 8 റൗണ്ട് ഉണ്ട്, അത് എല്ലാ റൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സിംഗിൾ റൗണ്ടിൽ ഒരു റൗണ്ടിൽ എന്തായിരുന്നു? 14 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? 8 റൗണ്ട് കിട്ടിയ ശേഷം നമുക്ക് കിട്ടുന്നത് എന്താണ്? R1, R2, R3, R4. ഇതിന് ഫോളോയിങ് 4 സ്റ്റെപ്സ് പെർഫോം ചെയ്യും. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? മൾട്ടിപ്ലൈ R1 ആൻഡ് K1. ദെൻ സെക്കൻഡ് ആഡ് R2 ആൻഡ് K2. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ആഡ് R3 ആൻഡ് K3. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് മൾട്ടിപ്ലൈ R4 ആൻഡ് K4. So the next topic, sub-key generation. ഓക്കെ, നമുക്കറിയാം മാസ്റ്റർ കീ എത്രയാണ്? 128 ബിറ്റ് ആണ് മാസ്റ്റർ കീ. ഓക്കെ, ഓരോ റൗണ്ടിലും നമ്മൾ 6 സബ് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒരു കീയുടെ സൈസ് എത്രയാണ്? 16 ബിറ്റ്. സോ ടോട്ടലി 128 ആണ് കീ. ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുന്നു? 6 സബ് കീ യൂസ് ചെയ്യാണ്. ഒരു സബ് കീയുടെ ബിറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബിറ്റ് യൂസ് ചെയ്യും? 96 ബിറ്റ്സ് യൂസ് ചെയ്യും. അതായത് 128 ബിറ്റ്സിൽ 96 ബിറ്റ്സ് എന്താ ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് 1 to 96 ബിറ്റ്സ് ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യും. ആൻഡ് റിമൈനിങ് 97th ബിറ്റ് ടു 128. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ ഇത്രയും ബിറ്റ് യൂസ് ചെയ്യും. അതായത് ഹിയർ K1 to K6. Then remaining 32 ബിറ്റ് അൺയൂസ്ഡ് ആയിരിക്കും. ഇതിനെ യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ 128 ബിറ്റ് ഉണ്ട്, അതിൽ 96 6 സബ് കീ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ സബ് കീയുടെയും ലെങ്ത് എത്രയാണ്? 16 ബിറ്റ് ആയിരിക്കും. അപ്പോൾ 6 into 16
96. അപ്പോൾ ഫസ്റ്റ് 128 ബിറ്റിൽ ഫസ്റ്റ് 96 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും ഫസ്റ്റ് റൗണ്ടിൽ. റിമൈനിങ് എത്ര ബിറ്റ്സ് ഉണ്ടാവും? 32 ബിറ്റ്സ്. അത് അൺയൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് റൗണ്ടിൽ എന്താ? അഗെയിൻ 6 സഖ്യാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ അൺയൂസ് ചെയ്യാതെ 32 ബിറ്റ് എന്ത് ഫസ്റ്റ് യൂസ് ചെയ്യും. അതായത് 97 to 128. ഓക്കെ, ഇവിടെ 32 ബിറ്റ് ആണ്. അപ്പൊ നമുക്ക് എത്ര സഖ്യ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും? 2 സഖ്യ ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? സേ K7 K8. ഇനി 4 സഖ്യ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത 1 to 96 ഈ ബിറ്റ്സ് നിന്നായിരിക്കും എന്ത് ഫോർ സഖ്യ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഈ 1 to 96 ഇത്രയും ബിറ്റിനെ എന്താണ് ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. 25 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ആഫ്റ്റർ അതിനുശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ എവിടെ നിന്ന് എന്ത് ചെയ്യും? 4 സഖ്യ ജനറേറ്റ് ചെയ്യും. അതായത് 64 ബിറ്റ് ഇവിടുന്ന് 64 ബിറ്റ് യൂസ് ചെയ്യും. 4 സഖ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 into 16 64 ബിറ്റ്. അതായത് 1 to 96 ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. 25 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ദെൻ അവിടുന്ന് എന്താ 64 ബിറ്റ് യൂസ് ചെയ്യും. റിമൈനിങ് 4 സഖ്യ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി 64 ബിറ്റ് യൂസ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? 64 ബിറ്റ് യൂസ് ചെയ്യും. അതായിരിക്കും എന്ത്? K9 K8 K10 11 12. ഇത് സെക്കൻഡ് റൗണ്ടിൽ. ഇനി ഇവിടെ നമ്മൾ 64 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റിമൈനിങ് എത്രയാണ്? 32 ബിറ്റ് ഉണ്ടാവും. ആ 32 ബിറ്റ് എന്ത് ചെയ്യും? അടുത്ത തേർഡ് റൗണ്ടിൽ യൂസ് ചെയ്യും. അത് അൺയൂസ്ഡ് ആയിരിക്കും, തേർഡ് റൗണ്ടിൽ യൂസ് ചെയ്യും. ദെൻ റിമൈനിങ് ബിറ്റ്സ് കിട്ടാൻ എന്തായിരിക്കും? അഗെയിൻ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. യൂസ് ചെയ്ത കീന്ന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ തേർഡ് റൗണ്ട് കേസിൽ 25 ബിറ്റ് അല്ല ഷിഫ്റ്റ് ചെയ്യുന്നത്, 50 ബിറ്റ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് റൗണ്ട് 2 റൗണ്ട് മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ പറയുന്നുള്ളൂ. ഇത്രയും ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? Is it clear? ടോട്ടൽ 128 ബിറ്റ് ആണ് കീ. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ എന്താ 6 സഖ്യാണ് യൂസ് ചെയ്യുന്നത്. ഓരോ കീന് സൈസ് എത്ര ആയിരിക്കും? 16 ബിറ്റ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ എന്താവും? 96 ബിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക അല്ലെ? 128 96 ബിറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, റിമൈനിങ് 32 ബിറ്റ് അവിടെ അൺയൂസ്ഡ് ആയി കിടക്കും. ഇനി സെക്കൻഡ് റൗണ്ടിലെ കേസിൽ എന്താ? ഈ അൺയൂസ്ഡ് ആയ 32 ബിറ്റ് ഫസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് എത്ര കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും? 2 സബ് കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റിമൈനിങ് 4 സബ് കീസ് ഉണ്ട്. അതെങ്ങനെ ജനറേറ്റ് ചെയ്യാം? 1 to 96 ഓൾറെഡി യൂസ് ചെയ്ത ബിറ്റിന് എന്ത് ചെയ്യും? ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് 25 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് പെർഫോം ചെയ്യും. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? 4 സബ് കീ ജനറേറ്റ് ചെയ്യും. Is it clear? ഒന്ന് റിപ്ലൈ തന്നെ. റൈസ, കീർത്തന, നേഹ, നിതിൻ. ഓക്കെ ആണോ?
സോ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻ ഫസ്റ്റ് റൗണ്ട് the initially key consists of 128 bits, from which 6 subkeys K1 to K6 are generated for the first round. Okay, since K1 to K6 consist of 16 bits each out of original 128 bits. Okay, the first 96 bits are used for the first round. So at the end of the first round, the bits 97 to 128 of the original key are unused. Then second round case in the second round, firstly the 32 unused bits using. Then at each round requires 6 subkeys, that is K1 to K6. Okay, and each of 16 bits making of total of 96 bits. Thus for the second round, it still requires 64 more bits. So here, and നമ്മൾ ചെയ്യുന്നത് കീനെ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ. The original key is shifted left circular by 25 bits. എക്സാമിന് ചോദിക്കാം, ഐഡിയയിൽ ഫസ്റ്റ് റൗണ്ട് ആൻഡ് സെക്കൻഡ് റൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതിൽ കീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സബ് കീ ജനറേഷൻ ഫോർ ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്കറിയാം ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷനിൽ യൂസ് ചെയ്യുന്ന സബ് കീ എത്രയാണ്, 4 സബ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ദെൻ each subkeyയുടെ ലെങ്ത് 16 bits. സോ നിങ്ങൾ 8th റൗണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, 96 bits നിങ്ങൾ യൂസ് ചെയ്യും, 32 bits unused ആയിരിക്കും. ഓക്കെ, ദെൻ ഈ 32 unused ബിറ്റ് എവിടെ യൂസ് ചെയ്യും, ഫസ്റ്റ് കീ ആയിട്ട് യൂസ് ചെയ്യും. ഫസ്റ്റ് 2 കീസ് എവിടെ യൂസ് ചെയ്യും, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യും. ഓക്കെ, അതായത് 1 to 128 ആണ് കീ. ഓക്കെ, സോ അവിടെ നിന്ന് 96 എവിടെ യൂസ് ചെയ്യും, 8th റൗണ്ടിൽ യൂസ് ചെയ്യും. ഓക്കെ, അതിന് റിമൈനിങ് 32 ആണ്. ആ 32 ഫസ്റ്റ് എവിടെ യൂസ് ചെയ്യണി, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ ആ 32 ബിറ്റ് യൂസ് ചെയ്യും. അതായത് അവിടുത്തെ ഫസ്റ്റ് 2 കീ. ഇനി റിമൈനിങ് 2 കീസ് വേണ്ടേ, 2 സബ് കീസ് വേണ്ടേ, അതെന്ത് ചെയ്യും, ഹിയർ 1 to 96 ഇതിനെന്ത് ചെയ്യും, ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. 25 ബിറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, അടുത്ത 2 സബ് കീ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെയാണോ നമ്മൾ റൗണ്ടിൽ സബ് കീ ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് എന്ത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷന്റെ കേസിലും സബ് കീ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓർത്തിരിക്കുക, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ നമ്പർ ഓഫ് സബ് കീസ് ആർ 4. നെക്സ്റ്റ് ഐഡിയ ഡീക്രിപ്ഷൻ. ഓക്കെ, സോ ഡീക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, എൻക്രിപ്ഷൻ സെയിം പ്രോസസ് ആയിരിക്കും, ബട്ട് എൻക്രിപ്ഷന്റെ ഒരു റിവേഴ്സ് പ്രോസസ് ആയിരിക്കും. എങ്ങനെയായിരിക്കാം ഡീക്രിപ്ഷൻ, സോ ഫസ്റ്റ് ഇതായിരിക്കും ഇൻപുട്ട്, ഔട്ട്പുട്ട് സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും ഇൻപുട്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതിന് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ ഫസ്റ്റ് റൗണ്ട് ഡീക്രിപ്ഷന്റെ കേസിൽ ഫസ്റ്റ് റൗണ്ട് ചെയ്യും, റൗണ്ട് 1. അതിലെ കീ എന്തായിരിക്കും, ഈ ലാസ്റ്റ് റൗണ്ടിലെ കീ ആയിരിക്കും എന്ത്, ഡീക്രിപ്ഷന്റെ കേസിൽ ഫസ്റ്റ് കീ. ദെൻ റൗണ്ട് 2 പെർഫോം ചെയ്യുന്നു, റൗണ്ട് 3 അപ് ടു റൗണ്ട് 8. ഫൈനലി യു വിൽ ഗെറ്റ് ദി പ്ലെയിൻ ടെക്സ്റ്റ്. എൻക്രിപ്ഷന്റെ നേരെ റിവേഴ്സ് പ്രോസസ്. ബട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും, ദെൻ ഫസ്റ്റ് റൗണ്ട് ചെയ്യും. പക്ഷെ ഫസ്റ്റ് റൗണ്ടിലെ കീ എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻക്രിപ്ഷന്റെ കേസിലെ 8th റൗണ്ടിലെ കീ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇത്രയാണ് ഐഡിയ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കണം? ബേസിക് കാര്യങ്ങൾ പഠിക്കുക, ദെൻ ഇതിന്റെ അൽഗോരിതം പഠിക്കുക, ദിസ് ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, ദെൻ സിംഗിൾ റൗണ്ടിലെ 14 സ്റ്റെപ്സ് പഠിക്കുക. ഓക്കെ, ദെൻ സബ് കീ ജനറേഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ ആണോ ഐഡിയ? ഓക്കെ ആണോ ഐഡിയ? എന്നാ റിപ്ലൈ തന്നെ. അജ്മൽ, അഭിനന്ദ്, ശ്രീഷ്മ, നേഹ, കാർത്തിക്, ഓക്കെ. The next topic, strength of idea. നിങ്ങൾക്കറിയാം ഏതൊരു എൻക്രിപ്ഷൻ അൽഗോരിതം ആണെങ്കിലും അതിന്റെ സ്ട്രെങ്ത് ഹൈ ആയിരിക്കണം, എങ്കിലും മാത്രമേ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ മോർ സെക്യൂർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ നിങ്ങൾക്ക് അറിയാം ഐഡിയൽ യൂസ് ചെയ്യുന്ന കീ സൈസ് എത്രയാണ്? 128 ബിറ്റ് കീ സൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ DS ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് പഠിച്ചു, അവിടെ എത്ര കീ സൈസ് എത്രയാ? 64 ബിറ്റ്. അതായത് അതിൽ 56 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പറയുമ്പോൾ എന്ത് പറയാം? DS-ന്റെ കേസിൽ ദ കീ സൈസ് ഈസ് 64 ബിറ്റ്. ഓക്കെ, ഐഡിയയുടെ കേസിൽ 128 ആണ്. അപ്പൊ DS-നേക്കാളും ഡബിൾ കീ സൈസ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഐഡിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഈ ഒരു എൻക്രിപ്ഷൻ പ്രോസസ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓപ്പറേഷൻസ് വേണ്ടി വരും? ഐഡിയലി 2⁻128 ഓപ്പറേഷൻസ് വേണ്ടി വരും. ഓക്കെ, ഇത്രയും കീസ് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ഈ ഐഡിയ അൽഗോരിതത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് പറയാം? ഐഡിയ ഈസ് മോർ സെക്യൂർ ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഐഡിയ ഈസ് മോർ സെക്യൂർ ദാൻ DS. ഓക്കെ, നിങ്ങൾ ഓരോ അൽഗോരിതം പഠിക്കുമ്പോഴും അതിന്റെ പ്ലെയിൻ ടെക്സ്റ്റ്, കീ സൈസ്, റൗണ്ട്സ്, ബേസിക് ഡയഗ്രാം, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊക്കെയായിരുന്നു. SDS ഡിസ്കസ് ചെയ്തു, ദെൻ DS, ദെൻ ഐഡിയ. The next algorithm, AES, Advanced Encryption Standard. Very important. കുറച്ച് കൺഫ്യൂസിങ് ആണ്, നന്നായി നോക്കാം. AES എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്ലോക്ക് സൈഫർ. ഇറ്റ് ഈസ് എ ബ്ലോക്ക് സൈഫർ. ബ്ലോക്ക് സൈഫർ എന്ന് പറയുമ്പോൾ എന്താ? ഓരോ ബ്ലോക്ക് ആയിട്ടായിരിക്കും പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ AES ഡസ് നോട്ട് യൂസ് ഫീസ്റ്റൽ സ്ട്രക്ചർ. നിങ്ങൾ SDS ആൻഡ് DS, ഐഡിയ ഇതിൻ്റെ ഒക്കെ കേസിൽ എന്താ അൽഗോരിതം ഫീസ്റ്റൽ സ്ട്രക്ചറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേ സെയിം സ്ട്രക്ചർ ആണ് എന്ത് ഉള്ളത്. ബട്ട് ഇൻ കേസ് ഓഫ് ഐഡിയ ഇറ്റ് ഡസ് നോട്ട് യൂസസ് ഫീസ്റ്റൽ സ്ട്രക്ചർ. ആൻഡ് ഹിയർ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലെങ്ത് എത്രയാണ്? 128 ബിറ്റ്. അതായത് ബ്ലോക്ക് ആണ്, ബ്ലോക്ക് സൈസ് ഇസ് 128 ബിറ്റ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മുടെ ഐഡിയന്റെ കേസിൽ നമ്മൾ ബിറ്റിനെ നമ്മൾ വേർഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളൊക്കെ വേർഡ്സ് ബൈറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം 8 ബൈറ്റ് ആയിരിക്കും എന്ത്? 1 ബിറ്റ് ആയിരിക്കും 1 ബൈറ്റ് അല്ലേ? ദെൻ 4 ബൈറ്റ് ആയിരിക്കും എന്ത്? 1 വേർഡ്, റൈറ്റ്? ദെൻ 32 ബിറ്റ്സ് 1 വേർഡ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 128 ബിറ്റിന് ഒന്ന് വേർഡ് റെപ്രസെന്റ് ചെയ്തേ.
വേർഡ് ആൻഡ് ബൈറ്റിൽ റെപ്രസെന്റ് ചെയ്ത് എത്രയായിരിക്കും? 128 ബിറ്റ് എത്ര വേർഡ്സ് ആയിരിക്കും, എത്ര ബൈറ്റ്സ് ആയിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ. റൈസ, എത്ര വേർഡ് ആയിരിക്കും 128 ബിറ്റ്? ശ്രീഷ്മ, മസ്ന, നിതിൻ, 4 വേർഡ് ബൈറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ എത്ര ബൈറ്റ്സ് ആയിരിക്കും 128 ബിറ്റ്? ഓക്കെ, 16 ബൈറ്റ്സ്. വെരി ഗുഡ് കീർത്തന, മസ്ന. അപ്പോൾ അവർ ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 128 ബിറ്റ് ആണ്. അപ്പോൾ എന്ത് പറയാം? 4 വേർഡ്സ് ഓർ 16 ബൈറ്റ്സ്. And here the key size is 128 or 192 or 256. ഇതുവരെ നിങ്ങൾ പഠിച്ച എല്ലാ അൽഗോരിതത്തിലും ഒരൊറ്റ കീ സൈസേ ഉള്ളൂ. ബട്ട് ഇവിടെ എന്താ 3 കീ സൈസ് ഉണ്ട് അല്ലേ? 128, 192, 256. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 10 ആവാം, 12 ആവാം, 14 ആവാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ റൗണ്ട് 10 ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കീ എന്തായിരിക്കും? 128. 10 ആണ് റൗണ്ട്സ് എങ്കിൽ യൂസ് ചെയ്യുന്നത് 128 കീ സൈസ് ആയിരിക്കും. ആൻഡ് 12 റൗണ്ട് ആണെങ്കിൽ കീ സൈസ് ഈസ് 192. ആൻഡ് 14 റൗണ്ട് ആണെങ്കിൽ കീ സൈസ് ഈസ് 256. ഓക്കെ, പേസിന്റെ കേസിൽ കീ സൈസ് എത്രയാണ്? 128 ഓർ 192 or 256. And number of rounds are 10, 12 or 14. 10 round ആണെങ്കിൽ യൂസ് ചെയ്യുന്ന കീ സൈസ് 128, 12 റൗണ്ട് ആണെങ്കിൽ 192 and 14 റൗണ്ട് ആണെങ്കിൽ 256. സോ നമ്മളിനി പറയുന്ന ആർക്കിടെക്ചർ എന്താണ്? ഈ ഒരു 10 റൗണ്ട് ഉള്ള ആർക്കിടെക്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കേസിലാണ് ഇനി എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, ഓരോ റൗണ്ടിലും എന്താ 4 സബ് കീ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ റൗണ്ടിലും 4 സബ് കീ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സബ് കീയുടെ സൈസ് 32 ബിറ്റ്. ഓക്കെ, 10 റൗണ്ട് ആണെങ്കിൽ എത്ര സബ് കീ യൂസ് ചെയ്യും? 10 into 4, 40 സബ് കീസ് യൂസ് ചെയ്യും. ദെൻ ഇവിടെ വേറൊരു പ്രീ റൗണ്ട് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. അവിടെ എന്താണ്? 4 സബ് കീ യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ യൂസ് ചെയ്യുന്ന ടോട്ടൽ സബ് കീ ഈസ് 44. ഓരോ റൗണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എന്താ പറയേണ്ടത്? ഇവിടെ ഓരോ റൗണ്ടിലും എത്ര കീ യൂസ് ചെയ്യുന്നുണ്ട്? 4 സബ് കീ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 10 റൗണ്ടിന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ 10th റൗണ്ട് ആകുമ്പോൾ എത്ര സബ് കീ യൂസ് ചെയ്യും? 40 സബ് കീ യൂസ് ചെയ്യും. ദെൻ ഇവിടെ ഒരു പ്രീ റൗണ്ട് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു റൗണ്ട് കൂടിയുണ്ട്, ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട്. അവിടെ എന്താണ്? 4 സബ് കീ യൂസ് ചെയ്യും. ടോട്ടൽ എത്ര സബ് കീ യൂസ് ചെയ്യും? 44 സബ് കീ യൂസ് ചെയ്യും. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. AES എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലോക്ക് സൈഫർ ആൻഡ് AES does not use physical structure. And here the block size is 128 bit. Okay, and key size are 128 or 192 or 256. So there are 3 എത്ര റൗണ്ട്സ് ഉണ്ട് ഇവിടെ? നമ്പർ ഓഫ് റൗണ്ട്സ് 10, 12 or 40. 10 ആണെങ്കിൽ യൂസ് ചെയ്യുന്ന കീ സൈസ് 128, 12 ആണെങ്കിൽ 192, 14 ആണെങ്കിൽ 256. ഓക്കെ, ഓരോ റൗണ്ടിലും 4 സബ് കീ യൂസ് ചെയ്യുന്നുണ്ട്. 10 റൗണ്ടിന്റെ കേസിൽ ടോട്ടൽ 44 സബ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ സബ് കീന്റെ ലെങ്ത് എന്താണ്? 32 ബിറ്റ്.
ഇത്രയും ഓക്കെ ആണോ? ബേസിക് ഐഡിയ. ആദർശ്, റിസ്വിൻ, റസാന, റൈസ, സംഗീത്. ഓക്കെ. ദിസ് ഇസ് ദ AS സ്ട്രക്ചർ. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം ആണ്. നിങ്ങൾക്കറിയാം ഏതൊരു അൽഗോരിതം ആണെങ്കിലും ഫസ്റ്റ് എന്ത് വേണം? 128 അല്ലെ, പ്ലെയിൻ ടെക്സ്റ്റ് വേണം. ഹിയർ ദ സൈസ് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് 128 ബിറ്റ് അല്ലെ, 128 ബിറ്റ്. ഫസ്റ്റ് കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇതെന്താന്ന് പറയാം. ഈ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ എന്ത് ചെയ്യും? 4 സബ് കീ യൂസ് ചെയ്യും. ഓക്കെ, 4 സബ് കീ യൂസ് ചെയ്യും. ദെൻ അതിൻ്റെ റിസൾട്ട് ഒരു റൗണ്ട് 1, എവിടത്തേക്ക് റൗണ്ട് 1 എന്ന് പറയുന്ന ഓപ്പറേഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇവിടെ എന്ത് ചെയ്യും? 4 സബ് കീ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ റൗണ്ട് 2, 10 ആണ് റൗണ്ട് എങ്കിൽ 10th റൗണ്ട് വരെ ഇതൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഫൈനലി വി ഗെറ്റ് ദി 128 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, ഈ കീ എക്സ്പാൻഷനും കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയാം. ഇവിടെ നോക്കാം. ദിസ് ഇസ് എ പ്ലെയിൻ ടെക്സ്റ്റ്. ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്ത് ഓപ്പറേഷൻ ആണ്? പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മുടെ 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ 4 സബ് കീ വെച്ചിട്ട് എക്സോ ചെയ്യും. 4 സബ് കീ വെച്ചിട്ട് എക്സോ ചെയ്യും. നമുക്കറിയാം ഓരോ കീൻ്റെയും സൈസ് എത്രയാണ്? 32 ബിറ്റ്. 4 ഇൻറ്റു 32, 128 അല്ലേ. 128 പ്ലെയിൻ ടെക്സ്റ്റിന് 128 കീ വെച്ചിട്ട് എക്സോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഔട്ട് എന്ത് കിട്ടും? 128 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സബ് ബൈറ്റ്. ആക്ച്വലി ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്. ഇൻഡിക്കേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്. അല്ലെങ്കിൽ എസ് ബോക്സ് എന്ന് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇവിടെ എന്ത് ചെയ്യും? ഇൻപുട്ട് കൊടുക്കുക അല്ലേ. അതായത് ഇൻപുട്ട് എന്താ? 128 ബിറ്റ് ആണ്. ഇവിടെ കിട്ടുന്ന ഔട്ട് എന്തായിരിക്കും? 128 ബിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട്. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ അത് എവിടത്തേക്കും? അടുത്ത ഓപ്പറേഷൻ ആണ് ഷിഫ്റ്റ് റോസ്. ഷിഫ്റ്റ് റോസ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ്. റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എന്താണ്? ഹിയർ ഓൾസോ ഇൻപുട്ട് എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ്. ദെൻ ഔട്ട്പുട്ട് ഈസ് ഓൾസോ 128 bit. Okay, the next operation mix column. ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു 128 ബിറ്റിനെ ഒരു പ്രീ ഡിഫൈൻഡ് മെട്രിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 120 ബിറ്റ്സ് ആർ മൾട്ടിപ്ലൈ വിത്ത് പ്രീ ഡിഫൈൻഡ് മെട്രിക്സ്. ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. ഓക്കെ, ദെൻ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ്. ദെൻ ഈ 128 ബിറ്റ് അടുത്ത ഓപ്പറേഷൻ എന്താ? ആഡ് റൗണ്ട് കീ. അഗെയിൻ എന്താ? ഒരു 4 സബ് കീ ഇവിടെ ജനറേറ്റ് ചെയ്യും. ടോട്ടൽ ബൈറ്റ് അത് 128 ബിറ്റ്സ് ആയിരിക്കും. അതെന്ത് ചെയ്യും? ഈ കിട്ടിയ റിസൾട്ടോട് എക്സോ ചെയ്യും. ഔട്ട്പുട്ട് എന്ത് കിട്ടും? 128 ബിറ്റ്സ് കിട്ടും.
Okay, and here the sub bytes, shift rows, mix columns, add round key. ഈ 4 ഓപ്പറേഷൻ നമ്മൾ എന്ത് പറയും? റൗണ്ട് എന്ന് പറയും. ഫസ്റ്റ് റൗണ്ട്, ഓരോ റൗണ്ടിൽ എന്താ ഈ 4 ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ആഡ് റൗണ്ട് കീ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ എന്തൊക്കെ ഓപ്പറേഷൻ ആണ്? സബ് ബൈറ്റ്, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളം, ആഡ് റൗണ്ട് കീ. 4 ഓപ്പറേഷൻ എന്താ പറയാം? ഫസ്റ്റ് റൗണ്ട് എന്ന് പറയാം. അപ്പോൾ അടുത്ത റൗണ്ടിൽ എന്തായിരിക്കും? ഈ സെയിം 4 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ 10 റൗണ്ട് കേസിലാണെങ്കിൽ നമ്മളിപ്പം പറയുന്നതൊക്കെ എന്താണ്? 10 റൗണ്ട് ആണ് പറയുന്നത്. ഫസ്റ്റ് ടു 9, 9th റൗണ്ടിൽ എന്താണ്? ഈ സെയിം ഓപ്പറേഷൻ 4 ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ടെൻത്ത് റൗണ്ടിലെ കേസിൽ ഈ മിക്സ് കോൾ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് പെർഫോം ചെയ്യില്ല. എന്തൊക്കെയായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ, ബൈറ്റ്, ഷിഫ്റ്റ് റോ, ആഡ്, റൗണ്ട് കീ. ദെൻ ആഫ്റ്റർ 10th റൗണ്ട് നമുക്ക് എന്ത് കിട്ടും? സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ എൻക്രിപ്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിന് എന്ത് ചെയ്യും? ഇവിടെ ആഡ് റൗണ്ട് കീ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇവിടെ എന്താണ്? ജസ്റ്റ് 4 സബ് കീ വെച്ചിട്ട് എക്സോ ചെയ്യും. ദെൻ ഫസ്റ്റ് റൗണ്ട് പെർഫോം ചെയ്യും. The first round there are 4 operation. First one, substitution bytes, shift row, mix columns and round key. Okay. 9th round വരെ സെയിം ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ആൻഡ് 10th റൗണ്ടിൻ്റെ കേസിൽ എന്തായിരിക്കും? അവിടെ ഒരു മിക്സ് കോളം എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് ഉണ്ടാവില്ല. ബാക്കി 3 ഓപ്പറേഷൻസ് ഇവിടെ പെർഫോം ചെയ്യും. ഫൈനൽ എന്ത് കിട്ടും? സൈഫർ ടെക്സ്റ്റ് കിട്ടും. എക്സാമിന് നിങ്ങൾക്ക് ഓരോ ഓപ്പറേഷൻസ് എന്താണെന്ന് ചോദിക്കും. ഇതൊരു ഓക്കെ ആണോ? AES ക്ലിയർ ആണോ? AES റിപ്ലൈ തന്നെ. അനുഗ്രഹ്, ശ്രീഷ്മ, ദേവിക, കീർത്തന, നേഹ, നഫ. സാരംഗ്, അഖിൽ, അനക, ഓക്കെ. സോ ഇങ്ങനെയാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. AESന്റെ ബ്ലോക്ക് സൈസ് എത്രയാണ്? ഒന്ന് കമൻറ്റ് ചെയ്ത്. - 128 bit. Okay. Then key size. Key size. ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൗണ്ട് 10 ആണ് അല്ലേ? റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 10 ഉണ്ട്, 12 ഉണ്ട്, 14 ഉണ്ട്. ബട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് 128. ഓക്കെ. ദെൻ ഓരോ റൗണ്ടിലും എത്ര സബ് കീസ് യൂസ് ചെയ്യുന്നുണ്ട്? എത്ര സബ് കീ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ റൗണ്ടിലും? 4. ഓക്കെ.
Then each subkeyയുടെ സൈസ് എത്രയാ? 32 bit. Okay. Then first round എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻസ്? ജസ്റ്റ് ആ നെയിം മാത്രം പറഞ്ഞാൽ മതി. Substitution bytes, shift row, mix column and add round key. Okay. So next ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓരോ ഓപ്പറേഷൻസും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. The next attendance please.